ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കടക്കാം. നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക്, ഒരു ഹൈപ്പൊക്കെ അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ പോയാലോ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ സച്ചി ഉണ്ടല്ലോ, നമ്മുടെ ദേവുവിന്റെ പോലീസുകാരനുമായിട്ട്, അതായത് ദേവുവിന്റെ കാമുകനുമായിട്ട് അവിടെ പോരടിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചിക്ക് ഭയങ്കര ദേഷ്യം വരുവാണ് കേട്ടോ. അച്ഛനെ പറഞ്ഞു കഴിഞ്ഞാൽ സച്ചി സഹിക്കുവോ? നിന്റെ അച്ഛനാണോ ഇവിടെ കൊണ്ടുപോയി ഇത് പാർക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? നിന്റെ അച്ഛനാണോടാ എന്നൊക്കെ ചോദിച്ച് രവീന്ദ്രന്റെ പേര് ചൊല്ലി വിളിച്ച് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യാണ്. അപ്പൊ ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ സച്ചിക്ക് ദേഷ്യം വന്നിട്ട് ഒരു അച്ഛനെ പറയുന്നോടെ, നിന്നോട് ആരാടാ എന്റെ അച്ഛനെ വിളിക്കാൻ പറഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ട് സച്ചി അങ്ങോട്ട് ചെന്ന് ഒരു ഒറ്റ ഒരെണ്ണം കൊടുക്കാൻ വേണ്ടി തുടങ്ങുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു? പോലീസുകാരന്മാരല്ലേ വെറുതെ നിൽക്കുമോ? നമ്മുടെ സച്ചിനെ പിടിച്ച് തിരിച്ചടിക്കാൻ തുടങ്ങുകയാണ്. അപ്പോഴത്തേക്കും ആ കോൺസ്റ്റബിൾ ഒക്കെ അവിടെ നിന്നവരെല്ലാവരും കൂടെ ചേർന്ന് ഈ പോലീസുകാരനെ പിടിച്ചു മാറ്റുകയാണ്. മാറ്റിയിട്ട് പറയാണ്, എന്റെ പൊന്നു സാറേ, ഇത് പബ്ലിക് പ്ലേസ് അല്ലേ, വെറുതെ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്? നമുക്കിവനെ പിന്നെ എടുക്കാം, ഇപ്പൊ നമുക്ക് വേണ്ട, നമുക്കിവനെ തരത്തിലും തഞ്ചത്തിലും നോക്കി പിന്നെ എടുക്കാന്ന്. ഏതായാലും ആ ഒരു സമയത്ത് ആ പോലീസുകാരൻ എന്നാ പിന്നെ എടുക്കാം, പബ്ലിക് പ്ലേസ് ആണല്ലോ, ഇപ്പം പാർക്ക് ചെയ്തു എന്നോർത്തുകൊണ്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനൊന്നും പറ്റത്തില്ല, ഒരു പെറ്റിയിട്ട തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് തന്നെ ആ പോലീസുകാരന്മാരെല്ലാവരും കൂടി ചേർന്ന് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. നമ്മുടെ സച്ചിക്ക് മനസ്സിൽ വൈരാഗ്യമായി ഇങ്ങേരോട്, അതുപോലെ തന്നെ ഇങ്ങേർക്ക് സച്ചിയോടും ഭയങ്കര വൈരാഗ്യമായി. അയാളുടെ പേര് വരുൺ അല്ല, സോറി, അരുൺ എന്നാണ് കേട്ടോ. നമ്മുടെ ദേവുവിന്റെ കാമുകൻ തന്നെയാണേ. ഏതായാലും ഈ ഒരു സമയത്ത് നമ്മുടെ വരുണിന്റെ ദേഷ്യം അങ്ങോട്ട് മാറുന്നില്ല. വരുണല്ല, സോറി, അരുണിന്റെ ദേഷ്യം അങ്ങോട്ട് മാറുന്നില്ല. അരുൺ പോലീസ് എന്ത് ചെയ്യണു? നമ്മുടെ സച്ചി പോകാൻ വേണ്ടി വണ്ടി എടുത്ത് ഇങ്ങനെ നിൽക്കായിരുന്നു. അപ്പോഴത്തേക്കും ദേഷ്യം അങ്ങോട്ട് തീരാത്തത് കൊണ്ട് കോൺസ്റ്റബിൾമാരൊന്നും പറയുന്ന കേൾക്കാതെ ഇങ്ങ് വന്നിട്ട് നമ്മുടെ സച്ചിയുടെ വണ്ടിക്കകത്തേക്ക് അങ്ങ് കയറാൻ തുടങ്ങിയപ്പോഴത്തേക്കും സച്ചി ചോദിച്ചു, എന്താ സാറേ ഈ കാണിക്കുന്നത്? പെറ്റി അടച്ചാൽ തീരാന്ന് പ്രശ്നമല്ലേ സാറേ ഉള്ളൂ, ഞാനിത് പെറ്റി അടച്ചോളാം എന്ന് പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ പെറ്റി അങ്ങനെ അടച്ച് തീർക്കുന്നില്ല, നിനക്കിട്ട് ഞാനൊരു നല്ല പണി തന്നിട്ടോളടാന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു? നേരെ നമ്മുടെ സച്ചിയുടെ വണ്ടിയുടെ കീ പിടിച്ചു മേടിച്ചിട്ട് ആ വണ്ടി എന്ത് ചെയ്യുക, നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിടുകയാണ് കേട്ടോ. സച്ചി ആണെങ്കിൽ, എന്താ സാറേ ഈ കാണിക്കുന്നത്? ഇത് ഇത് നിയമത്തിന് എതിരായ കാര്യമല്ലേ സാറേ, ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിലും അയാൾക്ക് ആ ഒരു ദേഷ്യം മനസ്സ് നിന്നിട്ട് അതും എടുത്തോണ്ടങ്ങ് പോയി കേട്ടോ, വണ്ടി എടുത്തോണ്ടങ്ങ് പോയി. ഏതായാലും നമ്മുടെ അവിടെ നിന്ന് കുറച്ച് പോലീസുകാരന്മാരൊക്കെ ഉണ്ടായിരുന്നു. സച്ചിയോട് പറഞ്ഞു, ഏതായാലും സ്റ്റേഷനിലേക്ക് ചെല്ല്, അയാൾ കുറച്ച് ചൂടനാണ്, പിന്നെ മാത്രമല്ല പുതിയൊരു പോലീസുകാരനാണല്ലോ, അതും ഈ ഏരിയയിൽ പുതിയതാണ്, ചെറുപ്പക്കാരനാണ്, അപ്പൊ അതിന്റെ ഒരു ചോരത്തിളപ്പൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുക, അല്ലാതെ ഇനിയിപ്പോ വണ്ടി തിരിച്ച് കിട്ടുമെന്ന് തോന്നുന്നില്ല. നേരെ ചെല്ലാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഇത് എന്തൊരു കഷ്ടാണിത്, മനുഷ്യൻ ആ വണ്ടി വെച്ചോണ്ടല്ലേ ജീവിക്കുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ? പോലീസുകാരന്മാരാണ് പോലും പോലീസുകാരന്മാര്, ജനങ്ങളുടെ കൂടെ നിന്ന് അവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടെ നിന്ന് അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കേണ്ടവരാണല്ലോ നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ നിയമത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണല്ലോ എന്റെ പൊന്നു സാറേ നടക്കുന്നത്. ഇതൊക്കെ എവിടെയെങ്കിലും നടക്കുന്ന കാര്യങ്ങളാണോ? ഞാൻ കാണിച്ചു തരുന്നുള്ളതെന്ന് പറഞ്ഞു സച്ചി എന്ത് ചെയ്യുന്നു? അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. സച്ചിക്കും അറിയില്ല എന്ത് ചെയ്യണമെന്ന്. വണ്ടി പോയി കഴിഞ്ഞാൽ സച്ചി സഹിക്കും. സച്ചിയുടെ വണ്ടിയും സച്ചിയുടെ അച്ഛനെയൊക്കെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അരുണിനെയാണ് കേട്ടോ. അപ്പൊ അരുൺ ഇങ്ങനെ വണ്ടി എടുത്തോണ്ട് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ദേവു അരുണിനെ വിളിക്കുകയാണ്. അങ്ങനെ അരുൺ ഫോൺ എടുത്തിട്ട്, ആ പറ ദേവു. അത് പിന്നെ സ്റ്റേഷനിൽ ചാർജ് എടുത്ത ഉടനെ തന്നെ എന്നെ വിളിക്കുന്ന ഞാൻ കരുതിയത്, തിരക്കിനിടയിൽ എന്നെ മറന്നു അല്ലേ? മറക്കാനോ? നീ എന്റെ ഉള്ളിൽ എന്നും എന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ, പിന്നെ എങ്ങനെ എനിക്ക് നിന്നെ മറക്കാനായിട്ട് പറ്റും? ഇനിയിപ്പൊ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ആ, അത് പിന്നെ കുറച്ച് തിരക്കായിപ്പോയി. ഞാൻ ചാർജ് എടുക്കുമ്പം നീ എന്നെ വിളിക്കുന്ന കരുതിയത്. പക്ഷെ നീ വിളിച്ചില്ലല്ലോ, എന്താ നിനക്ക് പറ്റിയത്? അത് പിന്നെ ഞാൻ ആ സമയത്ത് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതിയ വിളിക്കാതിരുന്നത്, വിഷ് ചെയ്യാൻ വേണ്ടി കൂടി ഞാൻ വിളിച്ചത് കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. ഒരു നല്ലൊരു എന്താ പറയാ, ജേർണി നേരുകയാണ്. നിങ്ങൾക്ക് കുറേ കള്ളന്മാരെ പിടിക്കാൻ കഴിയട്ടെ. ഓഹോ, ഈ കള്ളന്മാരെ പിടിക്കാൻ മാത്രമാണോ പോലീസ്? ദേ, നോ പാർക്കിംഗ് എന്ന് പറഞ്ഞ് എഴുതിയ ഏരിയയിൽ ഒരാൾ കാറ് പാർക്ക് ചെയ്തു. ആ കാറും കൊണ്ടാണ് ഞാൻ പോകുന്നത്. ഒരു തെമ്മാടി അവന്റെ കാറും കൊണ്ടാ പോകുന്നത്. ഓഹോ, ഈ സ്റ്റേഷനിലേക്ക് വന്നപ്പോ എന്താ പറഞ്ഞത്? ഇവിടെ നല്ല കുട്ടി ആയിരിക്കുന്നല്ലേ, എന്നിട്ട് വന്ന ഉടനെ തന്നെ ഒരാളെ പിടിച്ചോണ്ട് പോവാണോ? നോ പാർക്കിംഗ് എന്നൊക്കെ എഴുതിയ ഇടത്തേക്ക് വണ്ടി ഇട്ടെന്ന് പറഞ്ഞിട്ട് അതത് വലിയ പ്രശ്നമാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് അത്ര വലിയ പ്രശ്നമൊന്നുമല്ല, പക്ഷെ അയാളുണ്ടല്ലോ, അയാൾ കുറച്ച് പ്രശ്നക്കാരനാണ്.
ഉം. എന്തായാലും ഈ പോലീസുകാരന്റെ കൂടെ ജീവിക്കാൻ നീ തീരുമാനിച്ച് കഴിഞ്ഞല്ലോ. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സഹിക്കല്ലാതെ വഴിയില്ല എന്ന് പറഞ്ഞപ്പോ എനിക്കറിയാം വഴിയില്ല, സഹിച്ചോളാം ഞാന്. അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ? എന്നാ പിന്നെ ഞാൻ ഡ്യൂട്ടിയിലാണേ, എനിക്ക് ഡ്യൂട്ടി ചെയ്യണം, ഞാൻ വൈകുന്നേരം വരാം, കട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഫോണും കട്ട് ചെയ്തു കേട്ടോ. ഏതായാലും ദേവ് ഭയങ്കര എന്തോ സ്വർഗ്ഗലോകം കിട്ടിയ ഒരു അവസ്ഥയിലാണ്. അത്യാവശ്യം നല്ലൊരു ജോലിക്കാരനാണ്, പോലീസുകാരനാണ്, നല്ലൊരു എന്താ പറയാ, നല്ലൊരു ജോലിയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ദേവുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ അയാളെ. അതിൽ ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സച്ചി വീട്ടിലേക്ക് വരികയാണ്. അപ്പം രേവതി അവിടെ ഉണ്ട്. രേവതി എന്തോ അടുക്കും പിറക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുക. സച്ചി കല്ലി വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടതും നമ്മുടെ രേവതി, സച്ചേട്ടൻ ഇത്ര പെട്ടെന്ന് എത്തിയത്? ഇതെന്ത് പറ്റി? കാർ എന്തേ? ശബ്ദമൊന്നും കേട്ടില്ലല്ലോ. കാറ് വിറ്റു വിറ്റു, പോലീസുകാരനായി പോയി, അല്ലെങ്കിൽ ഞാൻ അവരുടെ എല്ലൂരിയനെ. സച്ചേട്ടാ, എന്താ സച്ചേട്ടാ പ്രശ്നം? പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിനക്ക് പരിഹരിക്കാൻ പറ്റുമോ? ഒന്നും പരിഹരിക്കാനൊന്നും പറ്റത്തില്ല. യൂണിഫോമിന്റെ പുറത്ത് ചിലർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അത് തിരുത്താൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല. സച്ചേട്ടൻ ഇത് എന്തൊക്കെയാ പറയുന്നത്? അയാളെ എന്നെ ട്രാഫിക് നിയമം പഠിപ്പിക്കുക. അത് അറിയാതെയാണോ ഞാൻ ഇത്ര നാളും കാർ ഓടിച്ചോണ്ട് നടന്നത്? എന്താ സച്ചേട്ടാ ഇത്? സച്ചേട്ടൻ എന്താ ഈ പറയുന്നത്? പോലീസുകാരെ ജനങ്ങളെ സേവിക്കാനുള്ളവരാ, അല്ലാതെ തലമണ്ടേ കയറി കിടന്ന് ഇങ്ങനെ കിടന്ന് ഓരോന്ന് കാണിക്കുകയല്ല ചെയ്യേണ്ടത്. ട്രാഫിക് നിയമം അറിയാതെ ഒന്നും അല്ലല്ലോ ഞാൻ ഇത്രയും നാളും വണ്ടി ഓടിച്ചത്. എന്റെ പൊന്നു സച്ചേട്ടാ, ഇങ്ങനെ ആദ്യം പിടിപ്പിക്കാതെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അത് പറ. അത് പിന്നെ ഒരു പോലീസുകാരനുമായിട്ട് ഞാൻ ഉടക്കി, അവനെ എന്റെ കാർ കൊണ്ട് പോയി. ഉടക്കാനോ? അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾ മറന്നോ? എന്റെ പൊന്ന് സച്ചേട്ടാ, അത് പിന്നെ വന്ന ദേഷ്യത്തിന് നല്ല ഇടി കൊടുക്കാൻ എനിക്ക് തോന്നിയത്. എന്റെ സച്ചേട്ടാ, എന്താണെന്ന് വെച്ചാൽ കാര്യം പറ. അത് പിന്നെ ചെറിയ വിഷയം, അത് അയാൾ വലിയ ഊതിപ്പെരുപ്പിച്ച് വലിയ വലിയ കാര്യമാക്കി വെച്ചിരിക്കുകയാണ്. ചെറിയ വിഷയോ? എന്ത് ഊതിപ്പെരുപ്പിച്ചു? അത് പിന്നെ ഞാൻ കാര്യങ്ങളൊക്കെ പറയാൻ രേവതി എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു കേട്ടോ രേവതിയോട്. നമ്മുടെ രവീന്ദ്രനെ പറഞ്ഞതും ഏതായാലും വണ്ടി പാർക്ക് ചെയ്തതിന് നമ്മുടെ സച്ചിനെ വെറുതെ അവിടെ കിടന്ന് എന്താ പറയാ, വെറുതെ സച്ചിനെ മണ്ടക്കിട്ട് കയറിയതും കാർ എടുത്തോണ്ട് പോയതും ഒക്കെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്ക് മനസ്സിലായി തെറ്റ് നമ്മുടെ സച്ചിയുടെ ഭാഗത്തില്ല എന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു, എങ്കിലും പൊന്ന് സച്ചേട്ട, സച്ചേട്ടൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോഴത്തേക്കും അദ്ദേഹം എന്തോ ഈഗോ ഉള്ളൊരു പോലീസുകാരനാ. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അയാളോട് കയർത്ത് സംസാരിച്ചില്ലേ, ഷർട്ടിലൊക്കെ പിടിച്ചില്ലേ, അതിനുള്ള പ്രതികാരം ചെയ്തതായിരിക്കും സച്ചേട്ട എന്ന് പറയുമ്പോൾ സച്ചി പറയാവോ, പ്രതികാരം ചെയ്യാനാണല്ലേ പോലീസിനെ കൊണ്ട് വെച്ചിരിക്കുന്നത്. അത് പിന്നെ എന്റെ പൊന്നു സച്ചേട്ട ആരാണ് എന്താണെന്നൊന്നും നോക്കാതെ സച്ചേട്ടൻ എടുത്തു ചാടി ഈ പെരുമാറുന്ന മുൻകോപം ഉണ്ടല്ലോ, അത് തന്നെയാ ഇവിടെയും വില്ലനായത്. ഓ, കൊള്ളാം കൊള്ളാം കൊള്ളാം, ഇപ്പൊ ഞാനായോ കുറ്റക്കാരൻ? ഇതേ സച്ചേട്ട കുറ്റക്കാരനായെന്നല്ല പറഞ്ഞത്, സച്ചേട്ടൻ ദേഷ്യം കുറച്ച് നിയന്ത്രിക്കണമായിരുന്നു. ഓ, ഇതിപ്പം എത്ര ചികിത്സിച്ചിട്ടും ഭേദമാവുന്നില്ലല്ലോ എന്റെ ഈശ്വരാ. പോകുമ്പോ ഞാൻ ഒരു ബോട്ടിൽ വെള്ളമൊക്കെ തന്നു വിട്ടായിരുന്നല്ലോ. ആ വെള്ളം ഞാൻ എന്തിനാ സച്ചേട്ടന് തന്നു വിട്ടത്? പറ സച്ചിടം, പറ. മിണ്ടാതിരിക്കുന്ന കണ്ടില്ലേ? അത് പിന്നെ ദേഷ്യം വരുമ്പം വായിൽ കൊള്ളാനായിട്ട്. എന്നിട്ട് ദേഷ്യം വന്നപ്പം വായിൽ കൊണ്ടോ? ദേഷ്യം തണുപ്പിച്ചോ? എന്റെ പൊന്നു സച്ചിട്ട, കഷ്ടമുണ്ട് കേട്ടോ, കഷ്ടമുണ്ട്. ദേഷ്യം വന്നപ്പം എന്നെ അങ്ങനെ ചെയ്യാതിരുന്നത്, വായിൽ വെള്ളം കൊള്ളാതിരുന്നത്, അത് പിന്നെ ഞാൻ മറന്നുപോയി. മണന്നുപോയി. നിങ്ങൾ നന്നാവില്ലെന്ന് ശപഥം ചെയ്തേക്കാണല്ലേ? അത് പിന്നെ വീട് രേവതി, എന്റെ കാറ് തിരികെ ഞാൻ എന്താ ചെയ്യേണ്ടത്? അതിനെക്കുറിച്ച് ആലോചിക്കുക. അതിനെക്കുറിച്ച് നീ ഒന്നും ആലോചിക്കാനില്ല. സ്റ്റേഷനിൽ ചെന്ന് ഫൈൻ അടച്ചാൽ അദ്ദേഹം കാറ് തിരികെ തടും. സച്ചിട്ടൻ സ്റ്റേഷനിൽ ചെല്ല്, ഫൈൻ അടയ്ക്കും. പിന്നെ അയാളൊന്നും തരാൻ പോകുന്നില്ല. ഇയാള് വലിയ വാശിക്കാരനാ, വലിയ പിടിവാശിക്കാരൻ. വേറെ വല്ല വഴി നോക്കണം. വേറെ എന്ത് വഴി നോക്കാനാ സച്ചേട്ടാ? ദേ, ഓരോന്ന് ചെയ്ത് കൂട്ടുമ്പോ ആലോചിക്കണമായിരുന്നു. ഇനി എന്ത് വഴി നോക്കാനാ? വേറെ ഒന്നുമല്ല സച്ചേട്ടൻ ഇന്ന് ചെയ്യേണ്ടത്. കാറ് പോയി അവിടെ ചെന്ന് ഫൈൻ അടച്ചിട്ട് എടുത്തോണ്ട് വാ. അല്ല പിന്നെ, അല്ല നമുക്ക് ആരെ കൂട്ടിയാ പോകേണ്ടത്? അത് പിന്നെ പ്രധാനമന്ത്രിനെ കൂട്ടി പോയാലോ? അദ്ദേഹത്തിനാണ് നമ്മളെല്ലാവരും നല്ല പരിചയമാണല്ലോ. എന്റെ പൊന്നു രേവതി, നീ കളിയാക്കാതെ. അച്ഛൻ ഇത് അറിയുന്നതിന് മുമ്പ് കാർ എങ്ങനെയും ഒന്ന് തിരിച്ചെടുക്കണം, എനിക്ക് പ്രശ്നമാവും രേവതി. അത് പിന്നെ നോക്ക് സച്ചേട്ടാ, എന്റെ പൊന്നു, നമുക്ക് SI സാറിന്റെ വീട്ടിലെ ഞാൻ സ്ഥിരമായിട്ട് പൂ കൊടുക്കുന്നുണ്ട്, അദ്ദേഹത്തിന് ഭാര്യനെ കൊണ്ടത് പറയിപ്പിച്ചതൊക്കെ. എന്ന ഒരു കാര്യം ചെയ്യും രേവതി, നീ ഒന്ന് പറ. എന്നാ പിന്നെ ഞാൻ പോയി പറയാം, ഞാൻ ഒന്ന് റെഡി ആട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി പോവുകയാണ്. എന്ത് ചെയ്യാനാ, ഇതുപോലെയുള്ള കെട്ടിയന്മാരുണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ പുലിവാല് പിടിച്ച് നടക്കാതിരിക്കുവോ നമ്മുടെ രേവതി? ഏതായാലും രേവതി നേരെ SI സാറിന്റെ വീട്ടിലേക്ക് തന്നെ പോവുകയാണ് കേട്ടോ. പൂവൊക്കെ ഒന്നും സ്ഥിരം അവിടെ കൊടുക്കുന്നുള്ളത് കൊണ്ട് നല്ല പരിചയം ഉണ്ടല്ലോ അവരുമായിട്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ രേവതി നേരെ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അപ്പോഴത്തേക്കും അവിടുത്തെ മേഡം അവിടെ ഉണ്ടായിരുന്നു, അതായത് SI സാറിന്റെ ഭാര്യ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ SI സാറിന്റെ ഭാര്യ ചോദിച്ചു, അല്ല എന്താ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അത് പിന്നെ ഇവിടെ SI സാർ ഉണ്ടായിരുന്നോ, എനിക്കൊരു കാര്യം പറയാനായിരുന്നു.
എന്റെ ഭർത്താവിന്റെ കാറ് സ്റ്റേഷനിൽ പിടിച്ചു വെച്ചിരിക്കുക. സ്റ്റേഷനിൽ പിടിച്ചു വെച്ചിരിക്കുകയെന്നോ? എന്തിന്? അത് പിന്നെ നോ പാർക്കിംഗ് എഴുതിയ സ്ഥലത്ത് പാർക്ക് ചെയ്തതിനാ. അത് പിന്നെ തെറ്റല്ലേ രേവതി? തെറ്റാ, ശരിയാണ്. അറിയാതെ അറിയാതെ പറ്റിപ്പോയതാ. ബോർഡ് അദ്ദേഹം ശ്രദ്ധിച്ചില്ലായിരുന്നു. ചെയ്തത് തെറ്റാണ്. എന്നാലും ഫൈൻ അടച്ച് ഒഴിവാക്കേണ്ട കേസാണിത്. അത് പിന്നെ എന്തിനാ അവര് കാറ് കൊണ്ടുപോയത്? ഫൈൻ അടയ്ക്കാന്ന് അദ്ദേഹം പറഞ്ഞതാ. പക്ഷെ അവരത് കേട്ടില്ല. കാറ് അവരെടുത്തോണ്ട് പോയി. മേഡം മേഡം ഒന്ന് ഇടപെട്ട് എസ് ഐ സാറിനോട് ഒന്ന് പറയോ, ആ കാറാ ഞങ്ങൾക്ക് അന്നം തരുന്നത്. രേവതി പറയുന്നത് എനിക്ക് മനസ്സിലാകും. ആര് പറഞ്ഞാലും അദ്ദേഹം കേക്കില്ല. മേഡം പറഞ്ഞാൽ അദ്ദേഹം കേക്കില്ലേ? പ്ലീസ് മേഡം, എനിക്ക് വേണ്ടി ഒന്ന് പറയാമോ? അതിന് ഈ കേസിൽ കാർ എടുത്തോണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ അദ്ദേഹത്തിനോട് പറയാം, അദ്ദേഹം കാറ് വിട്ട് തരുമായിരിക്കും. അതുവരെ ഞാൻ അദ്ദേഹത്തിനോട് സ്റ്റേഷനിലേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട്. മേഡം ഇപ്പൊ തന്നെ സാറിനെ വിളിക്കൂലോ അല്ലേ? അദ്ദേഹം സ്റ്റേഷനിൽ ഉണ്ടോന്ന് അറിയില്ല. ഞാൻ ഏതായാലും ഇപ്പൊ തന്നെ വിളിച്ചു പറയാം. അല്ല, എന്താ നിന്റെ ഹസ്ബൻഡിന്റെ പേര്? അത് പിന്നെ സച്ചിദാനന്ദൻ. എന്നാ പിന്നെ ശരി, ഞാൻ വിളിച്ചു പറഞ്ഞോളാം. എന്നാ പിന്നെ മേഡം, ഞാൻ ഇപ്പൊ തന്നെ സച്ചേട്ടനെ വിളിച്ച വിവരം പറഞ്ഞോട്ടെ. അദ്ദേഹം നല്ല ടെൻഷനില്ല. നീ എന്തായാലും വിളിച്ചു പറഞ്ഞോ, ഞാൻ ചായ എടുക്കാം എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ അകത്തേക്ക് കയറി പോയിട്ടോ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ രേവതി സച്ചിനെ ഫോൺ വിളിക്കാണ് കേട്ടോ. ഏതായാലും രേവതി സച്ചിനെ ഫോൺ വിളിക്കുന്ന ആ സമയത്ത് തന്നെ നമ്മുടെ സച്ചി എന്ത് ചെയ്യുന്നു? സ്റ്റേഷനിൽ എത്തുന്നുണ്ട്. ഏതായാലും ഈ സമയത്ത് ഫോൺ എടുത്തിട്ട് എസ് ഐ സാറിന്റെ ഭാര്യനെ കണ്ട് സംസാരിച്ചോ രേവതി? ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാം. മേഡം സാറിനെ വിളിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ട്. സച്ചേട്ടൻ പോലീസ് സ്റ്റേഷനിൽ എത്തിയോ? ഞാൻ എത്തി പുറത്ത് നിൽക്കുകയാണ്. കാറ് വിട്ടു തരുമായിരിക്കും അല്ലേ രേവതി? തരും സച്ചേട്ടാ. മേഡം ഉറപ്പ് പറഞ്ഞതല്ലേ, അപ്പൊ വിട്ടു തരും. സച്ചേട്ടൻ എന്തായാലും ചെല്ല്, ധൈര്യമായിട്ട് ചെല്ല് എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. ഏതായാലും സച്ചി കാറ് എടുക്കാൻ വേണ്ടി നേരെ സ്റ്റേഷനകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കുമാണ് നമ്മുടെ സുധി ഇറങ്ങി വരുന്നത്. സുധി ഇറങ്ങി വരുമ്പോഴത്തേക്കും സച്ചിനെ കണ്ടതും അതെന്താടാ നീ ഇങ്ങോട്ടേക്ക് വന്നത്? നീ എന്ത് പറ്റി ഇവിടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും സുധി ചോദിക്കുന്നു, നീ എന്താ ഇവിടെ? ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ആ വിശ്വനാഥൻ കാശ് തട്ടിയെടുത്തില്ലേ, ആ ക്യാഷിന്റെ ഗതി എങ്ങോട്ടാന്ന് അറിയത്തില്ലല്ലോ, ആരുടെ കയ്യിലാണെന്നൊന്നും അറിയത്തില്ല, വിശ്വനാഥൻ എവിടെയാന്ന് അറിയത്തില്ല, അതുകൊണ്ട് അതിന്റെ പരാതിയായിട്ട് ഞാൻ വന്നത്. അല്ല, നീ എന്താ ഇവിടെ? അത് പറഞ്ഞില്ലല്ലോ. ആഴ്ചയിൽ 2 ദിവസം നിനക്ക് ഇവിടെ വന്നില്ലെങ്കിൽ കിടന്ന് ഉറക്കം കിട്ടില്ലല്ലോ. ഇന്ന് എന്താണാവോ പുതിയ കേസ്? വെള്ളം അടിച്ചുകൊണ്ട് തല്ലുണ്ടാക്കിയോ? അതാണോ പുതിയ പോലീസ് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്? അത് തന്നെയാ കേസ്. ഞാൻ വെള്ളം അടിച്ച് തല്ലുണ്ടാക്കി. നിനക്ക് എന്തെങ്കിലും ഛേദമുണ്ടോ, നഷ്ടമുണ്ടോ? നീ ഒന്നും ഈ ജന്മം നന്നാകാൻ പോകുന്നില്ലടാ. നീ നന്നായാ മതി, നീ നന്നായി കണ്ടാ മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സജ്ജി അകത്തേക്ക് കയറി പോയി കേട്ടോ. ഈ സമയത്ത് നമ്മുടെ സുധിയോ ഹിമനെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നും പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. സജ്ജി അകത്തേക്ക് ചെന്നു. ആ പോലീസുകാരൻ അവിടെ ഉണ്ടായിരുന്നു. ആ പോലീസുകാരനോട് പറഞ്ഞു, എസ് ഐ സാർ എന്തിയെ? എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണുമായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അരുൺ പോലീസുകാരൻ അവിടെ ഉണ്ടായിരുന്നു. അരുൺ പറഞ്ഞു, അവരെ നിന്റെ വേലക്കാരനല്ലേ, നീ പറയുമ്പോ നിന്റെ മുമ്പിൽ വന്ന് നിൽക്കാനായിട്ട്. അതെ, എസ് ഐ, നിനക്ക് എസ് ഐ സാറിനെ കാണണമെങ്കിൽ അവിടെ പോയി വെയിറ്റ് ചെയ്തോ, സാർ ഇപ്പൊ വരും എന്ന് പറഞ്ഞു. ഏതായാലും ഈ സമയത്ത് നമ്മുടെ സച്ചി നോക്കി പേടിപ്പിക്കുന്നുണ്ടേ. അരുണിനൊന്ന് നോക്കി ദഹിപ്പിച്ചിട്ടാണ് നേരെ പോയി അവിടെ ഇരിക്കുന്നത്. അരുണാണെങ്കിലോ അതിലും വലിയ ദേഷ്യം നമ്മുടെ സച്ചിയോട്. ഈ സമയത്ത് അരുൺ സാറിന്റെ ദേഹത്ത് കൈവച്ചത് ഇവനാണെന്ന് പറഞ്ഞുകൊണ്ട് വേറെ കുറെ പോലീസുകാരന്മാർ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ അരുൺ വന്നു. അരുൺ വന്നിട്ട് സച്ചിയുടെ അടുത്ത് നിന്നു. സച്ചിയുടെ അടുത്ത് ഇരുന്നിട്ട് പറഞ്ഞു, വലിയ ഹീറോയാണെന്നല്ലേ നിന്റെ വിചാരം? നീ എന്താ സിനിമയിൽ അഭിനയിക്കുകയാണോ? വലിയ ഹീറോ ഒക്കെ ആയിട്ട്. അതെ, സിനിമയിൽ അഭിനയിച്ച് ഹീറോ ആകല്ലേ. എന്താടാ നിന്റെ അഹങ്കാരം തീർന്നില്ലേ? നിന്റെ നോട്ടം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ അങ്ങോട്ട് മൂക്കി കയറ്റുന്നു തോന്നുമല്ലോ. അത് പിന്നെ എനിക്കല്ല സാറേ അഹങ്കാരം നിങ്ങൾക്ക് ഈ യൂണിഫോം ഇട്ടതിന്റെ അഹങ്കാരം. അതാ നിങ്ങൾ ഇങ്ങനെ എന്നോട് കളിക്കുന്നത്. അഹങ്കാരം എനിക്കല്ലേ? എനിക്ക് കുറച്ച് അഹങ്കാരം ഉണ്ടടാ. അത് പിന്നെ സാറേ ഞാൻ കളിക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാറിന് താങ്ങാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ കളിക്കാതിരിക്കുന്നതേ വേറൊന്നുമല്ല, ഞാനിപ്പം കുറച്ച് മാന്യമായിട്ട് തന്നെയാ പെരുമാറുന്നത്, അതുകൊണ്ടാ. പിന്നെ സാറിന്റെ സ്റ്റേഷൻ പരിധിയൊക്കെ ആയിരിക്കും. ഞാൻ ചെയ്തത് വലിയ കുറ്റമൊന്നും അല്ലെന്ന് എനിക്കറിയാം. ഞാൻ തെറ്റ് ചെയ്യാത്തവനാ, നേർവഴിക്ക് മാത്രം തന്നെയാ ഞാൻ നടക്കുന്നത്. എനിക്ക് ദൈവത്തെ പോലും പേടിക്കേണ്ട കാര്യമില്ല. പിന്നെയല്ലേ പോലീസുകാരനെ ഞാൻ പേടിക്കുന്നത്. നിന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിച്ചതേ നിന്റെ ഈ അഹങ്കാരം തന്നെയാ സച്ചി. നീ ഇപ്പൊ ഇവിടെ സച്ചി എന്നല്ലേ നിന്റെ പേര്? എസ് ഐ സാറ് വരട്ടെ. എസ് ഐ സാർ എന്നല്ല ആര് വന്നാലും നിന്റെ കാറ് വിട്ടു തരാൻ പോകുന്നില്ല. നിന്റെ ഈ അഹങ്കാരത്തിലുള്ള ഫലം കിട്ടും നിനക്ക്. അപ്പൊ നമ്മുടെ സച്ചി ചിരിച്ചോണ്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ, മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോഴത്തേക്ക് വരുൺ പറഞ്ഞു, തരില്ലടാ, ഞാൻ വേണമെങ്കിൽ എന്നെ കൈയേറ്റം ചെയ്യാൻ ശ്രമിച്ചെന്ന് പറഞ്ഞോണ്ട് നിന്നെ ജയിലിലേക്ക് ഞാൻ അയക്കും. അതിനുള്ള വകുപ്പ് എന്റെ കയ്യിലുണ്ട്. അത് പക്ഷെ ഞാൻ ഇപ്പൊ ചെയ്യുന്നില്ല. എനിക്ക് തൽക്കാലം സന്തോഷിക്കാൻ നിന്റെ ആ കാറ് മതി. കുറച്ചു നാളെ അതവിടെ കിടക്കട്ടെ. എന്റെ കാറ് കൊണ്ടുപോകും സാറേ, ഇന്ന് തന്നെ ഞാൻ കൊണ്ടുപോകും.
സാറേ നമുക്കത് കാണാം കേട്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കാണാം, നമുക്ക് കാണാം, കാർ ഇവിടെ നിന്ന് എടുത്തോണ്ട് നീ പോകുന്ന എനിക്കൊന്ന് കാണണോടാന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് SI സാറ് വരികയാണ് കേട്ടോ. SI സാറ് വന്ന ഉടനെ തന്നെ നമ്മുടെ സച്ചി കാര്യങ്ങളൊക്കെ പറയാണ്. കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അരുൺ പറഞ്ഞു അത് പിന്നെ സാറേ ഇവൻ നോ പാർക്കിംഗ് ഏരിയയിലാ കാറ് ഇട്ടത്. അത് പറഞ്ഞപ്പോഴത്തേക്കും ഇവൻ എന്റെ ദേഹത്ത് കൈവച്ചു. അപ്പോഴത്തേക്ക് SI സാറ് നേരെ നമ്മുടെ അരുണിന്റെ അടുത്തേക്ക് ചെന്നു കേട്ടോ. അരുണിന്റെ അടുത്തേക്ക് ചെന്നു. അപ്പോഴത്തേക്കും അരുണിനെ നോക്കിയിട്ട് സച്ചിയോട് ചോദിച്ചു, ഈ പറയുന്നത് ശരിയാണോ? അത് പിന്നെ ഈ പറയുന്നത് കൈയൊന്നും വെച്ചില്ല സാറേ, കൈ വെച്ചിരുന്നെങ്കിൽ ഇദ്ദേഹത്തെ ഇപ്പൊ ഇവിടെ കാണുമോ? ഇദ്ദേഹം ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ടായിരിക്കില്ലേ? ഞാൻ തല്ലിയിട്ടൊന്നുമില്ല സാറേ, ഷർട്ടിന്റെ കോളറിൽ ഒന്ന് പിടിച്ചു, അത് മാത്രം. അത് പിന്നെ നിന്റെ അച്ഛന്റെ തറവാട്ട് വകയാണോ റോഡെന്ന് ചോദിച്ചപ്പം ഒന്ന് പിടിച്ചു പോയതാ. അത് ആരാണെങ്കിലും പിടിച്ചു പോവില്ല സാറേ, നമ്മളൊക്കെ ആണുങ്ങളല്ലേ. അപ്പോഴത്തേക്കും നമ്മുടെ SI സാർ ചോദിച്ചു, എന്താ അരുണെ, ഇങ്ങനെയാണോ ആളുകളോട് പെരുമാറേണ്ടത്? പബ്ലിക്കിനോട് മാന്യമായിട്ട് സംസാരിക്കണം കേട്ടോ, അങ്ങനെയല്ലേ ചെയ്യേണ്ടത്. നോ പാർക്കിങ്ങില് കാറ് പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫൈൻ അടിച്ചാ പോരെ, എന്തിനാ കാറ് പിടിച്ചോണ്ട് വന്നത്? അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അങ്ങനെ ചോദിക്കു സാറേ. അല്ല, ട്രാഫിക് റൂളിനെ കുറിച്ച് നിനക്കറിയില്ലേടാ? നീ എന്തിനാടാ അതൊക്കെ തെറ്റിച്ച് വണ്ടി ഓടിക്കുന്നത്? അത് പിന്നെ എനിക്കറിയാം സാറേ, എനിക്കൊരു അബദ്ധം പറ്റി, ഞാൻ കാണാതെ പോയതാ, ഞാൻ പറഞ്ഞല്ലോ, ബോർഡ് ഞാൻ ശ്രദ്ധിച്ചില്ല, അതുകൊണ്ടാ ഫൈൻ അടയ്ക്കാന്ന് ഞാൻ പറഞ്ഞതാ, എന്റെ കയ്യിൽ തെറ്റാണല്ലോ. പക്ഷെ അതൊന്നും കേട്ടില്ല, നേരെ കാറ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. അരുൺ ചെയ്തത് ഏറ്റവും വലിയ തെറ്റാ സാർ. അരുൺ ഒരു കാര്യം ചെയ്യ, വണ്ടി കൊടുക്കുക, വണ്ടി വിട്ടയക്ക്. അത് പിന്നെ സാറേ വണ്ടി വിട്ടയക്കാനല്ലേ പറഞ്ഞത്, വണ്ടി വിട്ടയച്ചോ, വണ്ടി കൊടുത്തു വിട എന്ന് പറഞ്ഞു. ഏതായാലും അരുണിന് വേറെ നിവൃത്തിയില്ല, SI സാർ പറഞ്ഞല്ലേ, വേറെ നിവൃത്തിയുണ്ടോ? എന്നാ പിന്നെ ശരി സാറേ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വരുണ് നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. നമ്മുടെ സച്ചി പുറത്തേക്ക് ഇറങ്ങി ഉടനെ തന്നെ താക്കോല് കൊടുത്തപ്പോഴത്തേക്ക് സച്ചി ചോദിച്ചു, ഇപ്പൊ എങ്ങനെയുണ്ട് വണ്ടി? ഞാൻ കൊണ്ടുപോകുന്നു പറഞ്ഞില്ലേ? കൊണ്ടുപോകുന്നു പറഞ്ഞാൽ ഈ സച്ചി വണ്ടി കൊണ്ടുപോവുക തന്നെ ചെയ്യും. എന്നാ പിന്നെ ഞാൻ ഇറങ്ങാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവിടെ SIയോട് നമ്മുടെ സച്ചി പറഞ്ഞു, സാറിനെ പോലെയുള്ള നല്ല പോലീസുകാരെ ഞങ്ങളെ പോലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് സഹായമാകുന്നത്. റൂൾസ് ഒക്കെ അതേപടി പാലിക്കണം കേട്ടോ, ട്രാഫിക് നിയമങ്ങളെല്ലാം തെറ്റിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചി ഇറങ്ങാൻ തുടങ്ങുകയാണ്. ഇറങ്ങി വരുണിനെ നോക്കി കൊന്ന് ദഹിപ്പിച്ചിട്ടാണ് ഇറങ്ങുന്നത്. ഏതായാലും നമ്മുടെ സച്ചിക്കൊരു മെയിൻ ശത്രു ആയിട്ടുണ്ട് നമ്മുടെ വരുണ്. ദേവുവിന്റെ കാമുകനുമാണ് എന്നറിയില്ലല്ലോ. ഇനിയിപ്പം ഇവരുടെ വീട്ടിലേക്ക് നമ്മുടെ ദേവുവിനെ വിവാഹം കഴിച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കുമോ എന്തോ അവസ്ഥ. ഏതായാലും ഈ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് അരുണിനെ നല്ലതുപോലെ വെല്ലുവിളിച്ചിട്ടാണ് ഇറങ്ങിയേക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.